കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട കൊലക്കേസ് പ്രതി വിനീഷിനെ കണ്ടെത്താൻ അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ് ഡിസിപിയുടെയും മെഡിക്കൽ കോളേജ് എസിപിയുടെയും സ്ക്വാഡുകളെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു. പ്രതി പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രത്യേക സംഘം പരിശോധന നടത്തുകയാണ്. വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. വി എസ് രഞ്ജിത്ത്, എന്തായാലും വലിയ ആശങ്ക ദൃശ്യയുടെ അമ്മ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ പ്രതി രക്ഷപ്പെട്ടു പോകാനിടയായ ഒരു സാഹചര്യം എന്താണ്? ഒപ്പം ഈ പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണം ഇതുവരെ ഒരു ഘട്ടത്തിലും എത്തിയിട്ടില്ലേ? ആര്യ, തിങ്കളാഴ്ച രാത്രിയാണ് ശുചിമുറിയുടെ ഭിത്തി തുറന്നുകൊണ്ട് ഈ പ്രതിയായ വിനീഷ് പുറത്തു കടക്കുന്നത്. അതിനുശേഷം അന്ന് രാത്രി തന്നെ ആരംഭിച്ച അന്വേഷണമാണ്. പക്ഷേ ആ അന്വേഷണം എവിടെയും എത്തിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ അന്വേഷണം തുടരുകയായിരുന്നു. അതിനിടയിൽ പുതുവത്സരം വന്നു. അതിൻ്റെ തിരക്കിലേക്ക് പോലീസ് പോയിട്ടുണ്ടാവണം. ഏതായാലും ഇന്നു മുതൽ കൂടുതൽ ശക്തമായി DCPയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ACP കൂടി അടങ്ങുന്ന സംഘം വളരെ വിശദമായി തന്നെ ഈ പ്രതി വിനീഷ് പോകാനുള്ള ഇടങ്ങളിലൊക്കെ പരിശോധന നടത്തും. കഴിഞ്ഞ 2 ദിവസവും സമാനമായി പ്രതിക്ക് ബന്ധമുള്ള ഇടങ്ങൾ, അതായത് പ്രതി പോകാൻ സാധ്യതയുള്ള മഞ്ചേരിയിലും പെരിന്തൽമണ്ണയിലുമൊക്കെയുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ സൗഹൃദങ്ങൾ, അത്തരം ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം വ്യാപകമായി നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കണ്ണൂരിൽ സെൻട്രൽ ജയിലിൽ വിനീഷ് കഴിഞ്ഞിരുന്ന സെല്ലിൽ അതുമായി ബന്ധപ്പെട്ട് വിനീഷിനോട് ബന്ധമുള്ള മറ്റ് ജയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ജയിലിൽ സഹവസിക്കുന്ന ആളുകളുമായിട്ടൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രതി വളരെ ക്രൂരമായ സ്വഭാവമുള്ള ആളാണ്. ആശങ്കയുണ്ട് എന്ന് കൊല്ലപ്പെട്ട ദൃശ്യയുടെ അമ്മ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു. ആ ആശങ്ക കൂടി മുൻനിർത്തിക്കൊണ്ടാണ് പോലീസ് വളരെ വിപുലമായി തന്നെ അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെയും ഈ വിനീഷ് കുതിരവട്ടത്ത് പ്രവേശിപ്പിക്കപ്പെട്ട സമയത്ത് കുതിരവട്ടത്ത് നിന്ന് ജയിൽ ചാടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാത്രി ഏകദേശം 9:30-10 മണിയോടുകൂടി ആ സെല്ലിൽ പരിശോധനയ്ക്ക് വേണ്ടി അറ്റൻഡർമാരെത്തുമ്പോൾ അവിടെ പ്രതി ഉണ്ടായിരുന്നു. പക്ഷേ 11 മണിക്ക് 2ാം തവണ അടുത്ത സെക്കൻഡ് റൗണ്ടിന് വേണ്ടി എത്തുന്ന സമയത്ത് മരുന്ന് കൊടുക്കാൻ വിളിച്ചപ്പോഴാണ് ഈ പ്രതിയെ കാണാനില്ല എന്ന് മനസ്സിലായത്. ആ ഒരു മണിക്കൂറിനകം 10 മണിക്കും 11 മണിക്കും ഇടയിലുള്ള ഒരു ഗ്യാപ്പിലാണ് പ്രതി മുങ്ങിയതെന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും ജില്ല വിട്ട് പോയിട്ടുണ്ടാകും എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ജില്ല വിട്ട് പുറത്ത് ഈ വിനീഷുമായി ബന്ധമുള്ള ആളുകളെയാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. കൊലക്കേസ് പ്രതി വിനീഷിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.